ഹൈക്കോടതി വിവരങ്ങളുമായി ബിനിൽ തുടരുന്നു. ബിനിൽ തുടരാം. സ്കോട്ടിഷ് ലീഗിൽ കളിക്കാനാണ് ആജീവനാന്ത വിലക്ക് നീക്കണമെന്ന ആവശ്യവുമായി ശ്രീശാന്ത് BCCIയെ സമീപിക്കുന്നത്. പാട്യാല കോടതി ശ്രീശാന്തിനെതിരായ കുറ്റപത്രം റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് BCCIയുടെ ആജീവനാന്ത വിലക്ക് കൂടി നീക്കണമെന്ന ആവശ്യവുമായി BCCIയെ സമീപിച്ചത്. എന്നാൽ BCCI ഇതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു ശ്രീശാന്ത്. ഹൈക്കോടതി തന്നെ BCCIക്ക് ഒരു വട്ടം കൂടി കത്ത് നൽകാൻ ശ്രീശാന്തിനോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീശാന്ത് വീണ്ടും BCCIയെ സമീപിച്ചു. എന്നാൽ BCCI അച്ചടക്ക നടപടിയെടുത്ത തീരുമാനം റദ്ദാക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു BCCI സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് പിന്നീട് ഹൈക്കോടതിയിൽ വിശദമായ വാദം കേട്ടത്. ഈ വാദത്തിനിടയിലും ഹൈക്കോടതിക്ക് ഈ ആജീവനാന്ത വിലക്കിൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയായിരുന്നു BCCI സ്വീകരിച്ചിരുന്നത്. കാരണം ഇതൊരു സിവിൽ സ്വഭാവമുള്ള കേസാണ്. ഈ സിവിൽ സ്വഭാവമുള്ള ഒരു കേസിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് കഴിയില്ല എന്ന നിലപാട് തന്നെയായിരുന്നു BCCI സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ ശ്രീശാന്തിന്റെ അഭിഭാഷകൻ മുഹമ്മദ് അസറുദ്ദീന്റെയും അജയ് ജഡേജയുടെയും അടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ ഇന്ത്യയിലെ സമാനമായ സാഹചര്യങ്ങളിൽ നീതിന്യായ പീഠങ്ങൾ ഇടപെട്ടതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുഗൾ മുത്തലിഖ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്കടക്കമുള്ള നടപടികളിലേക്ക് BCCI നീങ്ങിയത്. ഈ കമ്മിറ്റി തന്നെ ഈ വിലക്കിന് ആധാരമായി എടുത്തിരുന്നത് ഡൽഹി പോലീസിന്റെ റിപ്പോർട്ടായിരുന്നു. എന്നാൽ ഈ ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട് പിന്നീട് പാട്യാല കോടതി തന്നെ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ആജീവനാന്ത വിലക്കിലേക്ക് നയിച്ച റിപ്പോർട്ടിൽ പോലും ശ്രീശാന്തിന്റെ ഭാഗം കേട്ടിരുന്നില്ല എന്ന കാര്യം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധം കൂടിയുള്ള ഒരു കേസാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ BCCI തീരുമാനത്തിനെതിരെ മറ്റൊരു ഫോറത്തെ സമീപിക്കാൻ അപ്പീൽ സാധ്യത നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഇതിനുള്ള ചോദ്യം ചെയ്യാനുള്ള നിയമപരമായ അവകാശമുണ്ട് എന്ന് തന്നെയായിരുന്നു ശ്രീശാന്തിന്റെ വാദം. അത് കോടതി തുടക്കത്തിൽ അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹർജി വാദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വാദം കേട്ട ഇപ്പോൾ ഹൈക്കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നു. ഈ സുപ്രധാനമായ വിധി പ്രസ്താവത്തിൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ശ്രീശാന്തിന്റെ ഈ അപ്പീൽ അനുവദിച്ചിരിക്കുന്നു. BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇനി ശ്രീശാന്തിന് തുടർന്ന് ക്രിക്കറ്റ് കളിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ സാരം. ശ്രീശാന്തിന് തടസ്സമില്ല എന്ന് പറയുമ്പോഴും BCCIയുടെ ഒരു സെലക്ഷൻ സമിതിക്ക് മുന്നിലേക്കാണ് ഏത് ഘട്ടത്തിലാണെങ്കിലും ശ്രീശാന്ത് എന്ന പേര് ഉയർന്നു വരേണ്ടത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇന്ത്യയിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ശ്രീശാന്തിന് കളിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ നമുക്ക് പുലർത്താൻ കഴിയും. ശ്രീശാന്ത് ഉന്നയിച്ചിരുന്ന ആവശ്യം സ്കോട്ടിഷ് ക്ലബിൽ കളിക്കാനുള്ള അനുമതി നൽകണമെന്നാണ്. അത്തരം സാധ്യതകൾ തുറന്നു കിട്ടുമെങ്കിലും ഇന്ത്യയിൽ അദ്ദേഹത്തിന് തുടർന്ന് കളിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ആരതി, ഏറ്റവും അനുകൂലമായിട്ടുള്ള ശ്രീശാന്തിനുള്ള ഘടകം ഇപ്പോൾ BCCIയെ നയിക്കുന്നത് തന്നെ സുപ്രീം കോടതി നിയമിച്ച ഒരു കമ്മിറ്റിയാണ് എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ഘടകം. വിനോദ് റായ് അധ്യക്ഷനായിട്ടുള്ള ക്രിക്കറ്റ് ഭരണകർത്തൃ സമിതിയാണ് BCCIയുടെ കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഉത്തരവിനെ അദ്ദേഹത്തിന് if he performs and let him play for India. I mean, that's all I wish for. And I know like the whole Kerala wants that, you know. They want that fastest bowler to come and, you know, just play again. So I just hope that happens. And we'll all pray and thank you so much to the whole Kerala and all of the media for all your support, prayers. You know, it had really kept Shri strong and it really, you know, let him go through all this, the toughest phase of his life. And now that the truth has come out, so just hoping that, you know, all good things comes back to the family, all the happiness, love, success, glory, everything. Thank you. വികാരാധീനയായ ശ്രീശാന്തിന്റെ ഭാര്യയുടെ പ്രതികരണം. നല്ല നാളുകൾ കുടുംബത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ശ്രീശാന്തിന്റെ ഭാര്യ പ്രതികരിക്കുന്നു. അനൂപ് തുടരാം. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനിയിപ്പോൾ കോടതി നിയമിച്ച ഒരു കമ്മിറ്റി നയിക്കുന്ന BCCIയുടെ ഭാഗത്തേക്ക് കോടതി ഉത്തരവുമായി ശ്രീശാന്ത് വരികയാണെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടി വരും. പക്ഷേ അതിന് മറ്റൊരു തടസ്സമാകുന്ന അദ്ദേഹം 4 വർഷമായി ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് ശ്രീശാന്ത് ഉടനെ മടങ്ങിയെത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കേണ്ടി വരും. നേരെ മറിച്ച് അദ്ദേഹത്തെ കേരള ക്രിക്കറ്റിലേക്ക് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് നേരത്തെ ആരതി സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ രഞ്ജി ട്രോഫിയിലടക്കം ശ്രീശാന്തിന് കളിക്കാനുള്ള സാധ്യത തുറന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ശ്രീശാന്തിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന KCI
ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ തൊട്ടടുത്ത സീസണിൽ തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ഒരുക്കും എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം, ഒരു താരമെന്ന നിലയിൽ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു താമസം അദ്ദേഹത്തിന് നേരിടേണ്ടി വരില്ല എന്നുള്ള വിലയിരുത്തൽ KSK ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ TC മാത്യു അടക്കമുള്ളവർ ശ്രീശാന്തിന് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അന്ന് എടുത്തിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ശ്രീശാന്തിന് ഒരുപക്ഷെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് വളരെ എളുപ്പത്തിൽ മടങ്ങിയെത്താനുള്ള സാഹചര്യമുണ്ട്. അടുത്ത സീസൺ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹം സ്കോട്ടിഷ് ലീഗ് കളിക്കുന്നതിന് വേണ്ടി, ഗ്ലെൻനോർത്ത് ടീമിന് വേണ്ടി കളിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹർജിയുമായി മുന്നോട്ട് പോയത് തന്നെ എന്നുള്ളത് തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തുടർച്ചയാണ്. കോടതി ഉത്തരവുണ്ടായാൽ തൊട്ടടുത്ത മാസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ കളിക്കാൻ താൻ തയ്യാറായിരിക്കും. അതിനുവേണ്ടിയാണ് താൻ ശരീരത്തെ പാകപ്പെടുത്തി വെക്കുന്നത് എന്ന് ശ്രീശാന്ത് പലകുറി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീശാന്തിൻ്റെ ഭാഗത്തു നിന്നും KCയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാനുള്ള സാധ്യത ഏറ്റവും എളുപ്പമാണ്. ഒപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന പ്രാദേശിക ലീഗ് ടൂർണമെൻറ്റുകളിലടക്കം അല്ലെങ്കിൽ ക്ലബ് ക്രിക്കറ്റിലുമൊക്കെ ശ്രീശാന്തിന് കളിക്കാനുള്ള അവസരമാണ് തുറന്നെടുത്തിരിക്കുന്നത്. BCCI 2013 സെപ്റ്റംബർ 13 ഈ 5 വർഷത്തെ വിലക്ക് ഒരു താരത്തിന് അങ്കിത് ചവാൻ ഏർപ്പെടുത്തിയതും ഇവർക്ക് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തിയത്. അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഇവർ മാറി നിൽക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ആജീവനാന്ത വിലക്ക്, BCCIയുടെ വിലക്ക് നീക്കുന്നതോടുകൂടി തന്നെ ആ BCCI ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് തലം മുതൽ BCCIയുടെ അഫിലിയേഷനുള്ള ഏത് തലത്തിലുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റിലും ഇനിയിപ്പോൾ ശ്രീശാന്തിന് ധൈര്യപൂർവ്വം പങ്കെടുക്കാം. അദ്ദേഹത്തെ ധൈര്യപൂർവ്വം ടീമുകൾക്ക് സ്വന്തമാക്കാനും കഴിയും. നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി നിയോഗിച്ചൊരു സമിതിയാണ് BCCIയുടെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കോടതിയിൽ ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് BCCI സ്വീകരിച്ചത്? ശ്രീശാന്തിനെ വിലക്ക് ഒരു രീതിയിലും മാറ്റാനാകില്ല എന്നൊരു കടുത്ത നിലപാടിലേക്ക് BCCI ഏതെങ്കിലും ഘട്ടത്തിൽ പോയിരുന്നോ? അതോ BCCIയുടെ ഒരു ഇപ്പോഴുള്ള നിലപാട് പറയുക എന്നത് മാത്രമാണോ ചെയ്തിരുന്നത്? BCCI കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നത്. പട്യാല കോടതി ശ്രീശാന്തിനെ കുറ്റമുക്തനാക്കിയെങ്കിലും ആജീവനാന്ത വിലക്ക് നീക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെ ഹൈക്കോടതിയിൽ ആവർത്തിക്കുകയാണ് ചെയ്തത്. കാരണം ഇത് ഈ ക്രിക്കറ്റിൽ നിന്ന് അഴിമതി പൂർണ്ണമായി അല്ലെങ്കിൽ യാതൊരു തരത്തിൽ മറ്റൊന്നും ക്രിക്കറ്റ് ഈ കായിക രംഗത്തുണ്ടാവരുത്. അതിനുവേണ്ടിയുള്ള ശക്തമായ നടപടികളാണ് BCCI സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി അച്ചടക്ക സമിതി എടുത്ത ഒരു തീരുമാനമാണ്. അതിൽ ഇടപെടാനും അത് നീക്കം ചെയ്യാനും കഴിയില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് BCCI ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിക്ക് ഈ കേസ് പരിഗണിക്കാനുള്ള നിയമപരമായ അധികാരത്തെ കൂടി BCCI ചോദ്യം ചെയ്തിരുന്നു. കാരണം ഇതൊരു സിവിൽ സ്വഭാവമുള്ള കേസാണ്. ഇത് സിവിൽ സ്വഭാവത്തിലാണ് ഈ കേസ് പരിഗണിക്കേണ്ടത്. ഹൈക്കോടതി ഇത്തരത്തിൽ ആജീവനാന്ത വിലക്ക് നീക്കണമെന്ന ഹർജി പോലും സ്വീകരിക്കരുത് എന്ന നിലപാടായിരുന്നു BCCI ഈ കേസിൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആ വാദങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ വിധി പ്രസ്താവം കേൾക്കാൻ വേണ്ടി ശ്രീശാന്ത് നേരിട്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഹൈക്കോടതിയിലെ 7ാം നിലയിലുള്ള കോടതിയിൽ ഈ വിധി പ്രസ്താവം നടക്കുമ്പോൾ ശ്രീശാന്ത് കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഈ വിധി പ്രസ്താവം പുറത്തു വന്ന ഉടനെ ശ്രീശാന്തിന്റെ പ്രതികരണമായി വന്നത് ആശ്വാസകരം എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹം ഈ വിധി പ്രസ്താവത്തിനെ ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു. രാവിലെ അദ്ദേഹത്തെ മാതൃഭൂമി ന്യൂസ് പ്രസംഗിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഹൈക്കോടതി വിധിയിലേറെ പ്രതീക്ഷയുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഈ വിധി പ്രസ്താവം നേരിട്ട് കേൾക്കാനായി ശ്രീശാന്ത് ഹൈക്കോടതി. ശ്രീ ശിവൻ മഠത്തിൽ, നേരത്തെ BCCI ശ്രീശാന്തിന് ആജീവനാന്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇതേ കേസിൽ ഉൾപ്പെട്ടിരുന്ന അങ്കിത് ചവാന് 5 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നപ്പോൾ ആജീവനാന്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ BCCI വിലക്ക് നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോഴും BCCI ഒരു മേൽക്കോടതിയിൽ ഈ വിധിയെ ചോദ്യം ചെയ്താൽ അത് ശ്രീശാന്തിന് പ്രതികൂലമാകുമെന്ന് കരുതുന്നുണ്ടോ? ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം, എനിക്ക് ലൈൻ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ. ഈ കേസിൽ ശ്രീശാന്തിനൊപ്പം ശിക്ഷിക്കപ്പെട്ടിരുന്ന അങ്കിത് ചവാന് 5 വർഷത്തേക്കുള്ള വിലക്കാണ് BCCI ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ശ്രീശാന്തിന് ആജീവനാന്ത വിലക്കാണ് BCCI അന്ന് ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻഷൻ കാലാവധി, വിലക്ക് കാലാവധി കഴിഞ്ഞു എന്ന് ശ്രീശാന്ത് ഒരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ അത് നിലനിൽക്കുന്നതല്ല. മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് BCCI ഈ വിധിയെ ചോദ്യം ചെയ്താൽ അത് അവിടെ നിലനിൽക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? അല്ല, ഞാൻ ശ്രീശാന്തിന്റെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ജഡ്ജ്മെന്റ് വായിച്ചു. അതിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, BCCIയുടെ ശ്രീശാന്തിനെ അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്ക് കൊടുക്കുവാൻ അവലംബിച്ച ഈ രീതിയെ സംബന്ധിച്ചും നടത്തിയ അന്വേഷണത്തിന്റെയും സാധുത കോടതി പരിശോധിച്ചു. അദ്ദേഹത്തിനെതിരെ നിരത്തിയ ഒരു തെളിവും നിലനിൽക്കുന്നതല്ല എന്ന് വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, BCCI പോലുള്ള ഒരു ഓഗസ്റ്റ് ബോഡി ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് പ്ലെയറെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്ര ലാഘവത്തോടെ കണ്ടത് ശരിയായില്ല എന്നും അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതായിരുന്നുവെന്നും ഇങ്ങനെ ഒരു പ്ലെയറിന്റെ പേരിൽ ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണങ്ങൾ
പോസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റിയാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണം ഇപ്പൊ എൻക്വയറി എന്ന് പറഞ്ഞാൽ അതാണ്. ആ എൻക്വയറി ഉത്തരവാദിത്തോടു കൂടെ നടത്തുന്നതിന് പകരം വളരെ ലാഘവത്തോടു കൂടെ നടത്തി ഒരു കളിക്കാരന്റെ ഭാവിയെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ BCCI ചെയ്തിട്ടുണ്ട് എന്ന ഒരു നിഗമനമാണ് കോടതി നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മാതൃഭൂമി ചാനലിനെ ഞാൻ പ്രത്യേകം പ്രശംസിക്കുന്നു. കാരണം ശ്രീശാന്തിനെതിരെ മുക്കുവൊക്കെ ചുമർത്തിയപ്പോഴൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ആ കാര്യത്തിൽ നിലപാടിട്ട ഒരു മാധ്യമമാണ്. ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകനിൽ ഞാൻ ഈ അവസരം നിങ്ങളുടെ എല്ലാവരുടെയും ആ ചാനലുകളുടെയും മറ്റ് മാധ്യമങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ദേശീയവും അന്തർദേശീയമായ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് കേരളീയരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ 2 ലോകകപ്പ് നേടിത്തന്ന ക്രിക്കറ്റിൽ 2 പ്രാവശ്യം ജോഹന്നാസ്ബർഗിൽ സൗത്ത് ആഫ്രിക്കയിലും ശ്രീലങ്കയിലും നേടിത്തന്ന ഒരു പ്ലെയറാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം അന്തർദേശീയ ചർച്ചയിലേക്ക് വന്നതാണ്. പക്ഷേ BCCIയുടെ ഇത്ര ഈ വിഷയത്തിൽ ശ്രീശാന്തിന്റെ വാദം കേട്ടിരുന്നില്ല എന്നൊരു ആരോപണം നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ഇപ്പോൾ ഒരു വിധി പുറപ്പെടുവിച്ചതിൽ ഹൈക്കോടതി BCCIക്കെതിരെ രൂക്ഷമായ വിമർശനമാണോ ഉന്നയിച്ചിരിക്കുന്നത് ഈ വിഷയം കൈകാര്യം ചെയ്തത് സംബന്ധിച്ച്? തീർച്ചയായിട്ടും വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു തെളിവുകളും അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുകളും നിൽക്കില്ല. ഇപ്പൊ ജിജു ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം 10 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ പൈസ ഇത് ചെയ്യാൻ വേണ്ടി അതുപോലെ കിട്ടിയെന്നൊക്കെ പറയുന്നതിന് അതുപോലും ആ വസ്തുതകൾക്ക് നിരക്കുന്നതോ അല്ലെങ്കിൽ അത്തരം ഒരു തെളിവ് നിലനിൽക്കുന്നതോ അല്ല എന്നതുവരെ വളരെ സൂക്ഷ്മമായ വിലയിരുത്തൽ കോടതി നടത്തിയിട്ടുണ്ട്. ഓരോ തെളിവുകളും അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടുള്ള ഓരോ കുറ്റങ്ങളും കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ശേഷമാണ് അദ്ദേഹത്തിന്റെ ആജീവനാന്ത വിലക്ക് കോടതി ദുർബലപ്പെടുത്തിയത്. നന്ദി ശ്രീ ശിവൻ മഠത്തിൽ പ്രതികരിച്ചതിന്. അനൂപ് ഷൺമുഖൻ, ഇപ്പോൾ 2 കോടതികളിൽ നിന്നായി അനുകൂല വിധി നേടിയെടുക്കാൻ ശ്രീശാന്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇത് സ്പോർട്സിലേക്ക് തിരിച്ചെത്താൻ, പുതിയ ഒരു തിരിച്ചുവരവ് നടത്താൻ, ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ എത്രമാത്രം അദ്ദേഹത്തിന് പ്രചോദനമാകും? ആരതി, തീർച്ചയായിട്ടും അദ്ദേഹം ക്രിക്കറ്റ് വീണ്ടും കളിക്കണം എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു. അതുതന്നെയാണ് ഒന്നാമത്തെ അനുകൂല ഘടകം. അദ്ദേഹം ഏത് നിമിഷവും ക്രിക്കറ്റ് കളിക്കാൻ താൻ തയ്യാറാണ്, അതിന് പാകപ്പെട്ട ഒരു ശരീരവും മനസ്സുമായി താൻ കാത്തിരിക്കുകയാണ് എന്നാണ് ശ്രീശാന്ത് പലകുറി ഈ നിയമ പോരാട്ടങ്ങൾക്കിടയിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. കോടതിയുടെ 2ാമത്തെ വിധി വന്നത് പട്യാല കോടതിയുടെ വിധി നേരത്തെ കുറ്റമുക്തനാക്കപ്പെട്ടു, മക്കൗക്ക ചാർജ് അടക്കമുള്ളവ എടുത്തു കളഞ്ഞ പട്യാല കോടതിയുടെ വിധിക്ക് ശേഷവും BCCI പറഞ്ഞ ഒരു കാര്യം, ഡൽഹി പോലീസ് ഇതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട്, അവർ അപ്പീലിൻ്റെ നിയമ നടപടികൾ നീക്കുകയാണ്, അതിൽ അന്തിമ വിധി വരാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒഴിവുകഴിവുകൾ പറഞ്ഞാണ് BCCI ഇത്ര നാളും മുന്നോട്ട് പോയത്. ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി ഒരു കാര്യം കൂടി വ്യക്തമായിരിക്കുന്നു. പട്യാല കോടതി എന്ത് വിധിച്ചോ അതോടുകൂടി BCCI വിധിച്ചിട്ടുള്ള ആജീവനാന്ത വിലക്ക് ഇല്ലാതായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അക്കാര്യത്തിൽ കാര്യമില്ല. അജിത് കുമാർ നമുക്കൊപ്പം ചേർന്നു. ശ്രീ അജിത് കുമാർ, ഇന്നെങ്കിൽ ഇന്ന് കോടതി ഉത്തരവ് കയ്യിൽ കിട്ടുന്ന അതിന്റെ പിറ്റേ ദിവസം മുതൽ കളിക്കളത്തിൽ ഇറങ്ങാൻ തയ്യാറായി മാനസികമായും ശാരീരികമായും തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ശ്രീശാന്ത്. അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യത്തിനുള്ള അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. വീണ്ടും ഒരു തിരിച്ചുവരവ് കളിക്കളത്തിൽ നടത്താൻ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ ശ്രീശാന്തിന് കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, സംശയിക്കണ്ട, അത്രയും ഫിറ്റാണ്. മാത്രമല്ല, നമുക്ക് ശ്രീശാന്ത് എന്ന ബോളർ എന്തൊരു ബോളറാണെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ആ ക്ലാസ് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഇന്ത്യൻ ക്രിക്കറ്റിന് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ വിദേശത്ത് നാം കണ്ടിട്ടുണ്ടോ, ഇനിയും ശ്രീലങ്കയിൽ ജയിച്ചത് കൊണ്ടായില്ല നമ്മൾ തോറ്റിരിക്കുന്ന എപ്പോഴും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും ന്യൂസിലൻഡിലും. ഇനിയിപ്പോ അടുത്ത വർഷം മുഴുവൻ നമ്മുടെ ഫോറിൻ ടൂഴ്സാണ്. അപ്പൊ ഫോറിനിൽ എന്നും നമ്മുടെ പ്ലേയേഴ്സ് വളരെ മോശമായിട്ടാണ് കളിച്ചിരിക്കുന്നത്, എന്നും തോൽവി മാത്രം. എന്നാൽ ആ ഫോറിൻ ടൂഴ്സിൽ വളരെയധികം ചേഞ്ച് ആയിരുന്നു ശ്രീശാന്ത്. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ 2 ടെസ്റ്റ് വിജയിച്ചത് 2ഉം ശ്രീശാന്തിന്റെ മിടുക്ക് കാരണം മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും അവസാനം 2013 നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ ശ്രീശാന്ത് ഇല്ലാത്തത് കൊണ്ട് അവർ സഹീർ ഖാനെ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടായി. നമ്മൾ മറക്കരുത്, സഹീർ ഖാനാണെന്ന് സൗത്ത് ആഫ്രിക്കയിൽ ഏറ്റവും നന്നായിട്ട് ബോൾ ചെയ്തത്. ഇപ്പോഴത്തെ നമ്മുടെ ബോളർമാരൊക്കെ വളരെയധികം പരാജയപ്പെട്ടു. ഇന്ത്യ ദയനീയമായി തോൽക്കുകയും ചെയ്തു.